ഹലോ. അപ്പം നമ്മൾ PSC പള്ളിക്കുളം ജനറൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ 5ാം ക്ലാസ്സിലെ ലാസ്റ്റ് പാഠമാണ് 8ാമത്തെ പാഠം. ബാക്കി എല്ലാ പാഠങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാഠത്തിലേക്ക് കിടക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ 5ാം ക്ലാസ്സിലെ 8ാം പാഠം വരെ ഉള്ളതിൽ 5ാമത്തെ പാഠമാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാം. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു പാഠത്തിലൊരു 3-4 പോയിൻ്റ് നമുക്ക് പഠിക്കേണ്ടി വരത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോയിൻറ്റ്സാണ്. അതിൽ 5ാം പാഠമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കാണാത്തവർ പെട്ടെന്ന് തന്നെ കാണാം. കാരണം അതിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. ISR അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പോകുന്നത് ജന്തുജാലങ്ങളെക്കുറിച്ചാണ്. ഇതിനൊരു ജസ്റ്റ് ഒരു സമ്മറി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ലോകത്ത് ഒരുപാട് ജീവികളുണ്ട്. ജീവികൾ, പ്രാണികൾ, മത്സ്യം, പാമ്പ്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ ഈ ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ രൂപാന്തരണം, ഇതിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കുഴിയാനയുടെ മുട്ട, അത് പിന്നെന്താ വേണം, ആൻഡ് ലയൻ വിങ് ആവണോ, പ്യൂപ്പി ആവണോ, പിന്നെ അത് ലാർവ കുഴിയാനായിട്ട് മാറുന്നു. പിന്നെ ഇവിടെ പാറ്റയുടെ പറയുകയാണെങ്കിൽ, പാറ്റ മുട്ട വിരിയുന്നു, മുട്ട ഉണ്ടാക്കുന്നു, അത് നിംഫായിട്ട് മാറുന്നു. പിന്നെയാണ് പൂർണ്ണ വളർച്ചയെത്തി പാറ്റ ആവുന്നത്. ഈ പാറ്റ ഈ നിംഫായിട്ട് മാറി പൂർണ്ണ വളർച്ചയെത്തി പാറ്റ ആകുന്നതിന് മുമ്പ് പലവട്ടം ഇതും എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ചിറകുകൾ കൊഴിച്ച് കളയുന്നുണ്ട്. പിന്നെ നമുക്ക് തവളേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തവള മുട്ട വിരിക്കുന്നു, ഭ്രൂണം, പിന്നെ വാൽമാക്രി ആവുന്നു, 2 കാലുള്ള വാൽമാക്രി ആവണു, 4 കാലുള്ള വാൽമാക്രി ആവണു. ഈ തവള ജീവികളൊക്കെ ഇല്ലേ, അത് നട്ടലുള്ള ജീവികളാണ്. എന്ന് വെച്ചാൽ ഉഭയജീവികൾ, കരയിലും കടലിലൊക്കെ ജീവിക്കുക, ആമ മുതൽ ഇതൊക്കെ. പിന്നെ ഉരഗങ്ങൾ എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. പല്ലി, പാമ്പ്, ഓന്ത്, ഇതൊക്കെ റെപ്റ്റൈൽസിൽ പെടുന്നതാണ്. പിന്നെ പാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിഷമില്ലാത്ത പാമ്പ് എന്ന് പറയുന്നത് ചേര, നീർക്കോലി, മലമ്പാമ്പ്, മണ്ണൂലിയൊക്കെയാണ്. പിന്നെ മൂർഖൻ പാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമുണ്ട്. കേരളത്തിൽ കാണുന്ന വിഷമുള്ള പാമ്പാണ് മൂർഖൻ പാമ്പ്, രാജവെമ്പാല, അണലി, ശംഖുവൈരൻ, പിന്നെ കടൽ പാമ്പ്, ഇതൊക്കെയാണ്. പിന്നെ പാമ്പ് കടിയേറ്റ് എന്താ ചെയ്യണം, ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ നോക്കാനുള്ളത്. പിന്നെ പക്ഷികളെ കുറിച്ച്, പിന്നെ വംശനാശ ഭീഷണിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ കാണാത്തവർ കാണുക. ഓക്കെ, ബൈ.